കോഴിക്കോട് കൊടുവള്ളിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിനൊപ്പമെത്തിയ ബൈക്ക് യാത്രക്കാരാണ് കസ്റ്റഡിയിലുള്ളത്. ഇവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. യുവാവിനെ കണ്ടെത്താനായി CCTV കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നു. തട്ടിക്കൊണ്ടുപോയ സംഘം 5 ദിവസം മുൻപ് പരപ്പാറ അങ്ങാടിയിലെത്തിയ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഷബീർ ഒമർ ചേരുന്നുണ്ട്. ഷബീർ, 2 പേർ കസ്റ്റഡിയിലുണ്ടെന്ന് അറിയുന്നു. ആരൊക്കെയാണ് ഇവർക്ക് ഇതുമായുള്ള ബന്ധം? കേസിന്റെ മറ്റു വിവരങ്ങൾ. ധന്യ, ഇന്നലെ ഈ തട്ടിക്കൊണ്ടുപോകലിൽ പങ്കെടുത്തതിൽ 2 വാഹനങ്ങളിലായാണ് ഈ വീട്ടിലേക്ക് എത്തിയത്. പരപ്പാറയിലുള്ള വീട്ടിലേക്ക് 2 വാഹനങ്ങളിലായിട്ടാണ് എത്തിയത് എന്നാണ് വീട്ടുകാരുടെ മൊഴി. ആദ്യം ബൈക്കിൽ 2 പേരെത്തുകയും വീട്ടുകാരെ വിളിച്ച് പുറത്തേക്ക് വരുത്തുകയും ഇതിന് പിന്നാലെ കാറിലെത്തിയ സംഘം ആയുധങ്ങളുമായി ഭീഷണിപ്പെടുത്തിയതിനു ശേഷമാണ് അന്നൂസ് റോഷൻ എന്ന 21-കാരനെ തട്ടിക്കൊണ്ടു പോയതെന്നാണ് വീട്ടുകാർ പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഈ ബൈക്കിൽ ആദ്യം വീട്ടിലെത്തിയവരെയാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ആ ബൈക്കും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഇന്നലെ തന്നെ പോലീസ് ശേഖരിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ തട്ടിക്കൊണ്ടു പോകലിന് ഉപയോഗിച്ച വാഹനവും ഇന്നലെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വെള്ള സ്വിഫ്റ്റ് കാറ് ആണ് തട്ടിക്കൊണ്ടുപോകലിന് ഉപയോഗിച്ച് വെള്ള സ്വിഫ്റ്റ് കാറ് പോലീസ് കണ്ടെത്തിയത്. ആ വാഹനം കേന്ദ്രീകരിച്ച് കൂടിയാണെങ്കിൽ ആ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൂടിയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ തട്ടിക്കൊണ്ടുപോകലിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് ഇന്നലെ കുടുംബം പറഞ്ഞത്. അതായത് അതുമായി ബന്ധപ്പെട്ട തർക്കം നിലനിന്നിരുന്നു. ഈ അന്നൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ ദുബായിൽ വെച്ച് നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം. നേരത്തെയും ഈ തട്ടിക്കൊണ്ടുപോകലിന് മുമ്പും ഈ ചിലർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതായും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്നതായുമാണ് കുടുംബം ഇന്നലെ പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. അപ്പോൾ ഈ തട്ടിക്കൊണ്ടു പോകലിന് വന്ന സംഘം ഇതിനു മുമ്പും പരപ്പാറയിൽ എത്തിയിട്ടുണ്ട് എന്ന് കൂടി പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ ഏതാണ്ട് 5 ദിവസം മുമ്പ് ഇവർ ഇവിടെ എത്തി വീട്ടിൽ പോയതിന്റെ അടക്കം CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വീട്ടുകാർക്ക് അറിയാവുന്ന ആളുകൾ കൂടിയാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിദേശത്ത് സാമ്പത്തിക ഇടപാട് നടത്തിയെന്ന് പറയുന്ന ഈ തട്ടിക്കൊണ്ടുപോകാനിരയായ അന്നൂസ് റോഷന്റെ സഹോദരൻ അജ്മൽ റോഷൻ വിദേശത്ത് നിന്ന് ഏതാണ്ട് 1.5 മാസം മുമ്പ് നാട്ടിലെത്തിയിട്ടുണ്ട് എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷേ കുടുംബത്തിന് തന്നെ അജ്മൽ റോഷൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് അറിയില്ല എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ ചില ദുരൂഹമായ സംഗതികൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.